സെപ്റ്റംബർ മാസം 3-ാം തീയതി ക്രിസ്തുവർഷം 2025. പാലാരിവട്ടം ബൈബിൾ ചർച്ച് മലയാളം കൂട്ടായ്മയിൽ നിന്ന് ബൈബിൾ പഠനവുമായി ദൈവകൃപയാൽ ഒരിക്കൽ കൂടി വിൻസെൻ്റ് തോമസ്. നിത്യമായ കാര്യങ്ങൾ പഠിപ്പിക്കുവാൻ, രക്ഷയുടെ സന്ദേശം നൽകുവാൻ, പ്രത്യാശയുടെ വചനങ്ങൾ പഠിപ്പിക്കുവാൻ ദൈവം ഓരോ ആഴ്ചയിലും നൽകുന്ന പുതിയ പുതിയ അവസരങ്ങൾക്കായിട്ട് ഞാൻ വ്യക്തിപരമായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. എൻ്റെ സന്ദേശം കേൾക്കുന്ന ഏവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കൃപയും സമാധാനവും നേരുന്നു. ഇന്നത്തെ തിരുവചന വായനയ്ക്കായിട്ട് എഴുതിയിരിക്കുന്ന വേദഭാഗം പൗലോസ് അപ്പോസ്തലൻ തിമോത്തിക്ക് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. 1 തിമോത്തിയോസ് 3:15 മുതൽ 4-ാം അധ്യായം 1-ാം വാക്യം വരെ. താമസിച്ചു പോയാലോ സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാകുന്ന ദേവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഇത് എഴുതുന്നു. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാം വണ്ണം വലിയതാകുന്നു. 4-ാം അധ്യായം 1-ാം വാക്യം. എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ബോഷ്ക്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കും എന്ന് ആത്മാവ് തെളിവായി പറയുന്നു. ഈ വേദഭാഗം വളരെ പ്രസക്തമായ ഒരു വേദഭാഗമാണ്. കാരണം ഇത് എഴുതിയ ആ സമയത്തിൻ്റെ ഭാവിയിൽ നടക്കാനുള്ള കാര്യമാണ്. വേദപുസ്തക പഠിതാക്കളുടെയും ശ്രേഷ്ഠമായ പല ഉപദേശകന്മാരുടെയും അഭിപ്രായത്തിൽ നാം ഇന്ന് കടന്നു പോകുന്നത് ആ ഭാവി കാലത്തിലൂടെയാണ്. കാരണം ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ഇന്ന് സഭയിൽ വിശ്വാസത്യാഗം സംഭവിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വേദഭാഗം നമ്മൾ പഠിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് ദൈവത്തിൻ്റെ സഹായം ആവശ്യമാണ്. വേദപുസ്തകത്തിൻ്റെ രചയിതാവും സൂക്ഷിപ്പുകാരനും അത് ഉപദേശിക്കുന്നവനുമായ പരിശുദ്ധാത്മാവിൽ നമുക്ക് ആശ്രയിച്ച് നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് തുടരാം. നമുക്ക് പ്രാർത്ഥിക്കാൻ തക്കവണ്ണം നമ്മുടെ കണ്ണുകളെ അടച്ച് ശ്രദ്ധയോടുകൂടി തലവണക്കി നമുക്ക് പിതാവായ ദൈവത്തോട് പുത്രൻ മുഖാന്തരം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടെ നിന്ന് ഓരോ ദിവസവും നൽകുന്ന പുതിയ പുതിയ നന്മകൾക്കായിട്ട്, ഉപദേശത്തിനായിട്ട്, നിത്യമായ ഉപദേശങ്ങൾക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് ഞങ്ങളുടെ ജീവിക്കുന്ന ഈ സാഹചര്യത്തിൽ അവിടുത്തെ വചനത്തിൻ്റെ പ്രസക്തി, പ്രവചനങ്ങളുടെ പ്രസക്തി ഞങ്ങൾ മനസ്സിലാക്കി ദൈവത്തിലേക്ക് തിരിയുവാൻ, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ, അനുഗ്രഹങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ, ഈ ദുഷ്ട തലമുറയിൽ രക്ഷിക്കപ്പെടുവാൻ ഇടയാക്കണമേ എന്ന് അടിയങ്ങൾ അപേക്ഷിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. നാം കഴിഞ്ഞ ചില ആഴ്ചകളായി പഠിച്ചു വരുന്ന വിഷയം ലോകത്തിൽ സൃഷ്ടാവായ ദൈവത്തിനെതിരായ ദൈവത്തിൻ്റെ പരമാധികാരത്തിന് എതിരായ, ദൈവം പരമാധികാരി ആയതുകൊണ്ട് അവൻ്റെ തിരഞ്ഞെടുപ്പുകൾക്ക് എതിരായ ശക്തമായ പകയും അവിശ്വാസവും നടമാടുകയാണ്. 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നാം പരിഗണിച്ചു വന്നത്. പക, അവിശ്വാസം. അത് ദൈവത്തിനും
ദൈവത്തിൻ്റെ പരമാധികാരത്തിനും ദൈവത്തിൻ്റെ പരമാധികാരങ്ങളിൽ എഴുതപ്പെട്ട ദൈവവചനത്തിനും അതിലെ ക്രിസ്തുവിനും അതിൻ്റെ തിരഞ്ഞെടുപ്പായ ഇസ്രായേലിനും എതിരായിട്ട് ശക്തമായിട്ടുള്ള എതിർപ്പ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു അന്ത്യകാല ലക്ഷണമാണ്. ആ ലക്ഷണങ്ങൾ പലതാണ്. ഇസ്രായേലിന് എന്ത് സംഭവിക്കും, ലോകത്തിന് എന്ത് സംഭവിക്കും, സഭയ്ക്ക് എന്ത് സംഭവിക്കും? നാം പലവട്ടം പഠിച്ചിട്ടുണ്ട്. 3 തരം മനുഷ്യരെ ഈ ലോകത്തിലുള്ളൂ. എല്ലാ മനുഷ്യരും മനുഷ്യത്വമുള്ളവരും ആണും പെണ്ണുമായി സൃഷ്ടിക്കപ്പെട്ടവരുമാണ്. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതിയിൽ ജാതികളുണ്ട്. ജാതികളിൽ നിന്ന് തിരഞ്ഞെടുത്ത അബ്രാഹാം, അവൻ്റെ ഇസഹാക്കിൽ, യാക്കോബിൽ 12 ഗോത്രങ്ങളിൽ ദൈവം രൂപീകരിച്ച ഇസ്രായേലുണ്ട്. അതിൻ്റെ വിസ്തീർണങ്ങളുണ്ട്, അതിൻ്റെ അതിരുകളുണ്ട്. മൂന്നാമതായിട്ട് യേശു ക്രിസ്തുവിൻ്റെ സഭ, അവൻ്റെ ശരീരം, അവൻ സഭയുടെ അംഗങ്ങളുണ്ട്. അതാണ് സഭ എന്ന് പറയുന്നത്. അങ്ങനെ 3 തരം ആൾക്കാരേ ഉള്ളൂ. ഈ 3 തരം ആൾക്കാരെ സംബന്ധിച്ചും വേദപുസ്തകത്തിൽ പ്രവചനങ്ങൾ ധാരാളമുണ്ട്. ഇതിൽ നമ്മളൊരു വായിച്ചൊരു വേദഭാഗം, അന്ത്യകാലത്ത് ക്രൈസ്തവ വിശ്വാസത്തിന് എന്ത് സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ചാണ്. പലരും അതിന് ത്യജിക്കും, എന്നിട്ട് ബോഷ്കിലേക്ക് പോകും, വ്യാജാത്മാക്കളിലേക്ക് പോകും, ഭൂതങ്ങളിലേക്ക്, ഉപദേശങ്ങളിലേക്ക് പോകും എന്നുള്ളതാണ്. അത് സംഭവിച്ചു കഴിഞ്ഞു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പം അങ്ങനെ ഈ പക അവിശ്വാസം അത് ദൈവത്തിനെതിരായിട്ടുള്ളതാണ്. അതിൻ്റെ പ്രതിഫലനങ്ങളാണ് നാം വ്യക്തിജീവിതങ്ങളിലും സാമൂഹ്യ ജീവിതത്തിലും രാഷ്ട്രീയ ജീവിതത്തിലും രാഷ്ട്രീയ ലോകത്തിലും നാം ഇന്ന് കാണുന്നത്. ദൈവത്തിനെതിരായിട്ട് മനുഷ്യർ തിരഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ദൈവത്തിനെതിരായിട്ടുള്ള ആൾക്കാരെല്ലാവരും ദൈവഭക്തന്മാർക്കെതിരെ തീർന്നിരിക്കുകയാണ്. 1 ഇസ്രായേലിനെതിരെ, 2 സഭയ്ക്കെതിരെ. ഇതിന് കാരണം ഇത് മുഖാന്തരം മനുഷ്യരിൽ സംഭവിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. 1, മനുഷ്യൻ്റെ മനസ്സ് കുരുടായിത്തീർന്നു. മനസ്സ്. 2, മനുഷ്യനുള്ള പക കാരണം ഇരുട്ട് പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പോൾ കുരുടും ഇരുട്ടും ഉള്ള മനുഷ്യർ അവർ ദൈവത്തിനെതിരായിട്ട് ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇത് മാറ്റാനുള്ള ചില മാർഗങ്ങൾ ദൈവം മുന്നമേ ക്രമീകരിച്ചിട്ടുണ്ട്. മനുഷ്യൻ ഇങ്ങനെയായി തീരും എന്ന് അറിഞ്ഞ സൃഷ്ടാവായ ദൈവം തൻ്റെ കൃപയിൽ, തൻ്റെ സ്നേഹത്തിൽ, തൻ്റെ പുത്രനിൽ ഒരുപാട് കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. അതാണ് കർത്താവായ യേശു ക്രിസ്തു. അതിൽ ഒന്ന്, ഈ ഇരുട്ടും കുരുടും മനുഷ്യനിൽ നിന്ന് മാറ്റുവാൻ തക്കവണ്ണം, അവിടെ വെളിച്ചവും സ്നേഹവും നൽകുവാൻ തക്കവണ്ണം ദൈവം തൻ്റെ പുത്രനെ അയച്ചിരിക്കുകയാണ്. അപ്പോൾ 2 പ്രധാനപ്പെട്ട മാർഗങ്ങളാണ് ഇന്ന് നാം പരിഗണിക്കുന്നത്. 1, വെളിച്ചം. അത് അന്ധകാരത്തെ മാറ്റും. സ്നേഹം പകയെ മാറ്റും. നമുക്ക് 1 യോഹന്നാൻ്റെ ലേഖനം, അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം. 1 യോഹന്നാൻ്റെ ലേഖനം, അപ്പോസ്തലനായ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം. ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടും ഇല്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു. വ്യക്തിപരമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് യോഹന്നാൻ അപ്പോസ്തലൻ സാക്ഷ്യം പറയുകയാണ്. യേശു ക്രിസ്തുവിൽ നിന്ന് കേട്ട ഒരു കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂത്. ഈ വായനക്കാരോട്, ഈ ലേഖനത്തിൻ്റെ വായനക്കാരോട് പറയുകയാണ്, ഞാൻ കേട്ട് അത് നിങ്ങളോട് അറിയിക്കുകയാണ്. യേശു ക്രിസ്തുവിനോട് കേട്ടത്. അതാണ് വിഷയം. ദൈവം വെളിച്ചം ആകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടും ഇല്ല. അതുപോലെ തന്നെ നമ്മൾ 1 യോഹന്നാൻ്റെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം, അതിൻ്റെ അവസാന ഭാഗം നമ്മൾ നോക്കുമ്പോൾ 4-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗം 8-ാം വാക്യത്തിൻ്റെ ഇവിടെ ഇപ്രകാരമാണ് എന്നെ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. ദൈവം
സ്നേഹം തന്നെ. അപ്പോൾ ഗോഡ് ഈസ് ലവ്, അതിൻ്റെ മലയാള പരിഭാഷയാണ് ദൈവം സ്നേഹം തന്നെ. ദൈവം സ്നേഹം ആകുന്നു, ദൈവം വെളിച്ചം ആകുന്നു എന്നുള്ള പ്രമാണം. ദൈവം സ്നേഹം എങ്ങനെ വെളിപ്പെടുത്തി എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇവിടെ നമുക്കുള്ള പ്രശ്നം പകയും ഇരുട്ടുമാണ്. അവിടേക്ക് സ്നേഹവും വെളിച്ചവും വരേണ്ടത് ആവശ്യമാണ്. അതിൻ്റെ ഉത്ഭവസ്ഥാനം, അതിൻ്റെ സോഴ്സ് അത് ദൈവം തന്നെയാണ്. ദൈവം വെളിച്ചമാകുന്നു, ദൈവം സ്നേഹം ആകുന്നു. അത് പ്രസൻറ്റ് ടെൻസിൽ, വർത്തമാനകാല ഭാഷയിൽ എഴുതിയിരിക്കുകയാണ്. ദൈവം എക്കാലത്തും നിത്യമായിട്ട് സ്നേഹവും വെളിച്ചവും തന്നെ. നമ്മൾ 1 യോഹന്നാൻ്റെ ലേഖനം 4-ാം അധ്യായം 9 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ വെളിച്ചവും സ്നേഹവുമായ ദൈവം ഈ തൻ്റെ സ്നേഹം, തൻ്റെ വെളിച്ചം എങ്ങനെ നമ്മളിലേക്ക് പ്രകടിപ്പിച്ചു, അതെങ്ങനെ നമ്മൾക്ക് ബോധ്യമാക്കി ദൈവം വെളിച്ചമാണ്, സ്നേഹമാണ് എന്നുള്ളത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. 4-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യമ്പോൾ, ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതിനാൽ എന്ന് വെച്ചാൽ ദൈവം തൻ്റെ സ്നേഹം വെളിപ്പെടുത്തിയത് തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചുകൊണ്ടാണ്. അതിൻ്റെ 10-ാം വാക്യം, 1 യോഹന്നാൻ്റെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം, നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ചു, തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. അതുകൊണ്ട് വാസ്തവമായിട്ടുള്ള പക മാറ്റണമെങ്കിൽ ഈ സ്നേഹം നമ്മളിലേക്ക് വ്യാപരിക്കണം. അതിന് ദൈവത്തെ അറിയണം. ഈ സ്നേഹം ദൈവം എങ്ങനെയാണ് പ്രകടിപ്പിച്ചത് എന്നറിയാം. നമുക്ക് തീർച്ചയായിട്ടും അറിയേണ്ട ഒരു വിഷയം, പാപനിമിത്തമാണ് ഇതെല്ലാം സംഭവിച്ചത്. പാപമാണ് ഇതിൻ്റെ മുഖ്യ കാരണം. ആദാമിൻ്റെ പാപം, ദൈവത്തെ അനുസരണക്കേട് കാണിച്ചതിൻ്റെ കാരണം അതാണ് പാപം. ആ പാപം വളരെ ഗൗരവമായ ഒരു വിഷയം തന്നെയാണ്. ആ പാപത്തിന് പരിഹാരം വരുത്തുവാൻ തക്കവണ്ണം ദൈവം, സ്നേഹവാനായ ദൈവം, വെളിച്ചം ആയിരിക്കുന്ന ദൈവം തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. ഇതാണ് നമ്മൾ 4-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങളിൽ വായിച്ചത്. ഒരിക്കൽ കൂടി വായിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ച് തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹം ആകുന്നു. ഈ സ്നേഹമാണ് മനുഷ്യനുള്ള ദൈവത്തോടുള്ള വിരോധവും അവനോടുള്ള പകയും അവൻ്റെ സർവാധികാരത്തിനും അവൻ്റെ ദിവ്യ സ്വഭാവത്തിനുമെതിരായ പ്രവർത്തനങ്ങളും ദൈവത്തോട് പകയും ആ പകയിൽ നിന്ന് വരുന്ന കൊലപാതകങ്ങളും ദുഷ്ടപ്രവൃത്തികളും വരുന്നത് അവിടെ നിന്നാണ്. അതിനൊരു പരിഹാരം വരുവാൻ തക്കവണ്ണം ദൈവം പ്രവർത്തിച്ച കാര്യങ്ങളാണ് നാം വായിച്ചത്. തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു, തൻ്റെ സ്നേഹം കാണിച്ചു തന്നു. യേശുക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ പരസ്യമായി പറഞ്ഞത് ചില കാര്യങ്ങൾ നമുക്ക് തിരുവചനത്തിൽ നിന്ന് നോക്കാം. ഏകദേശം 3.5 വർഷം പരസ്യ ശുശ്രൂഷയിലൂടെ ദൈവം തൻ്റെ ശിഷ്യന്മാരിലൂടെ തന്നെ പല കാര്യങ്ങളും പഠിപ്പിച്ചു. അതാണ് യോഹന്നാൻ അപ്പസ്തോലൻ പറഞ്ഞത്, ഞങ്ങൾ കേട്ടത് നിങ്ങളോട് അറിയിക്കുകയാണ്. ഞങ്ങൾ തൊട്ടതും കേട്ടതും അവനോടുകൂടി തിന്ന് ജീവിച്ചതുമായി നാം കണ്ടതും കേട്ടതും നിങ്ങളോട് അറിയിക്കുകയാണ്. ആ യേശു ക്രിസ്തു തന്നെക്കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങൾ നമുക്ക് അത് തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ നമ്മൾ വാസ്തവമാണ്, സത്യമാണ് എന്ന് വിശ്വസിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഇരുട്ടുമാറി വെളിച്ചം നമ്മളിലേക്ക് വരും. പക മാറി
സ്നേഹം നമ്മളിലേക്ക് വരും. അങ്ങനെ ഇവിടെ പറയുന്നത് പോലെ നമ്മൾ അവനാൽ ജീവിക്കേണ്ടതിന് യേശു ക്രിസ്തുവിൽ നമുക്ക് ജീവിതം ആരംഭിക്കാം. വെളിച്ചവും സ്നേഹവുമുള്ളൊരു വെളിച്ചം നമുക്ക് തീർച്ചയായിട്ടും ആരംഭിക്കാൻ ദൈവം നമുക്ക് ഇടയാക്കും. അതിനോട് ബന്ധപ്പെട്ട് യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം. ഇവിടെ ആദ്യം നമ്മൾ വായിച്ച് യോഹന്നാൻ അപ്പോസ്തലൻ എഴുതിയ ലേഖനമാണ്. ഇപ്പോൾ നമ്മൾ വായിക്കാൻ പോകുന്നത് യോഹന്നാൻ അപ്പോസ്തലൻ എഴുതിയ സുവിശേഷമാണ്. 8-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം. യേശു പിന്നെയും അവരോട് സംസാരിച്ചു. യേശു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചം ആകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുട്ടിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവൻ ആകും എന്ന് പറഞ്ഞു. യേശുക്രിസ്തു തന്നെക്കുറിച്ച് ഒരുപാട് പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇത് ക്ലെയിംസാണ്. ഞാൻ ഇതാകും, ഞാൻ വെളിച്ചമാകുന്നു, ഞാൻ സ്നേഹം ആകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല, ഞാൻ വാതിലാകുന്നു, ഞാൻ ഐ എം ദി ഗുഡ് ഷെപ്പേർഡ്, ഞാൻ നല്ല ഇടയനാകുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. ആ കാര്യങ്ങൾ അതേപടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ അപ്പോസ്തലന്മാർ എഴുതിയതാണ് പുതിയ നിയമം. അതിന് ലൂക്കോസ് അല്പം വ്യത്യസ്തമായ ഒരു വ്യക്തിയാണെങ്കിലും ലൂക്കോസും എഴുതിയത് അപ്പോസ്തലന്മാരുടെ മേൽനോട്ടത്തിലാണ് എന്നുള്ളതാണ് നാം പഠിച്ചു വരുന്നത്. അപ്പം അങ്ങനെയാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അങ്ങനെ യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ ഈ വെളിച്ചം ആരിലൂടെയാണ് നമുക്ക് വെളിപ്പെടുത്തി തന്നത്? അതാണ് തൻ്റെ പുത്രനായ യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തു വന്ന് വെളിച്ചം പകർന്നു. പക്ഷെ എന്നാലും മനുഷ്യർക്ക് ഈ ഇരുട്ടാണ് ഇഷ്ടം. ഇന്ന് ഇരുട്ട് കൊണ്ട് നമ്മളങ്ങോട്ട് എന്താ പറയുക, നമ്മൾ കവറാക്കപ്പെട്ടിരിക്കുകയാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത വണ്ണം ഇരുട്ടിൻ്റെ സമൂഹത്തിൽ നാം ആയിരിക്കാം. ലോകം മുഴുവൻ ഇരുട്ടായി കഴിഞ്ഞാൽ, ലോക നേതാക്കളും ഐക്യരാഷ്ട്രസഭയും സഭകളും എല്ലാം ഇരുട്ടായി കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ഗതി വളരെ കഷ്ടം. അതാണ് നമ്മളിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ലോകത്തിൽ. അതിനു വേണ്ടി ഇന്നത്തെ ന്യൂസ് മീഡിയകൾ, ന്യൂസിൽ അവരെല്ലാവരും ഈ ദുഷ്ടത, ഈ ഇരുട്ടാണ് അവർ പകർന്നു നൽകുന്നത്. അങ്ങനെ ഇരുട്ടിൻ്റെ ഈ ലോകത്തിൽ തീർച്ചയായിട്ടും നമുക്ക് വെളിച്ചം ആവശ്യമാണ്, സ്നേഹം ആവശ്യമാണ്. അത് നമുക്ക് ദൈവം തൻ്റെ പുത്രനിൽ അത് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഇത്രയും വെളിപ്പാടുകൾ, പ്രത്യക്ഷമായ വെളിപ്പാടുകൾ ഉള്ളപ്പോൾ ഈ ലോകത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് നാം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. നാം ജീവിക്കുന്ന ഈ ലോകത്തിൽ എന്ത് സംഭവിച്ചു എന്ന് നാം ആലോചിക്കേണ്ടത് ആവശ്യമാണ്. അതിനുവേണ്ടി വീണ്ടും നമുക്ക് 1 യോഹന്നാൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 4-ാം അധ്യായത്തിലേക്ക് പോകാം. അതിൽ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ എങ്ങനെയാണ് ഈ ദുഷ്ടതയും പകയും ഈ ലോകത്തിൽ ഇത്ര നടമാടുന്നതെന്നതിന് നമുക്കൊരു ഉത്തരം കണ്ടെത്താൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കയാൽ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുവിൻ. നന്മ തിന്മ, ദൈവം അവൻ്റെ ശത്രുവായ സാത്താൻ, ആത്മാക്കൾ, നല്ല ആത്മാക്കൾ, ദുരാത്മാക്കൾ, ഇതിനെ തിരിച്ചറിയാൻ ശോധന ചെയ്ത് പരിശോധിച്ച് മനസ്സിലാക്കാൻ തക്കവണ്ണം നമുക്കൊരു മാർഗം ആവശ്യമാണ്. അതും പകയാലും ഇരുട്ടാലും നഷ്ടപ്പെട്ട് ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. 1 യോഹന്നാൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാലും ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം. യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത്.
യേശുക്രിസ്തുവിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരാത്മാവും ശരിയായ ആത്മാവല്ല, അത് ദുരാത്മാവാണ് എന്ന് വേദപുസ്തകം പറയുന്നു. ഈ വചനത്തിൻ്റെ അടിസ്ഥാനം നമുക്ക് അങ്ങനെ പറയാൻ കഴിയും. ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം. സത്യം ദൈവാത്മാവാണ് വിളിച്ചു പറയുന്നത്. അതെങ്ങനെ നമുക്കറിയാൻ പറ്റും? യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത്. യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല. അത് എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവ് തന്നെ. അത് വരും എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അത് ഇപ്പോൾ തന്നെ ലോകത്തിൽ ഉണ്ട്. ഇതാണ് ലോകത്തിൻ്റെ ഗതി. യേശു ക്രിസ്തുവിനെ മാറ്റി നിർത്തി, ദൈവവചനത്തെ മാറ്റി നിർത്തി, സാക്ഷാൽ സൃഷ്ടാവായി ദൈവത്തെ മാറ്റി നിർത്തി, ദൈവത്തിൻ്റെ പരമാധികാരത്തിനെതിരായിട്ട്, ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പുകൾക്കെതിരായിട്ട്, തിരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രമായ ഇസ്രായേലിനെതിരായിട്ട്, ആ ജനത്തിനെതിരായിട്ട് പകയും ശത്രുതയും നമ്മൾ കാണുമ്പോൾ അത് ലോകമെമ്പാടുമായിട്ട് അത് വ്യാപിച്ചിരിക്കുകയാണ്. നാം ശ്രദ്ധിക്കുക, ഏത് ആത്മാവിനെയാണ് നാം സ്വീകരിക്കേണ്ടത്. അതിനുള്ള ഏക മാർഗം, ശോധന ചെയ്യാനുള്ള ഏക മാർഗം, അവൻ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവോ, അവൻ്റെ ദൈവികത്വം, അവൻ്റെ മനുഷ്യത്വം, അവൻ ആരാണ് എന്നുള്ള കാര്യങ്ങളെ സംബന്ധിച്ച വ്യക്തമായി വേദപുസ്തകം പറയുകയാണ്. അവൻ ജഡത്തിൽ വന്നു, ദൈവ മനുഷ്യനായി അവതരിച്ചതാണ് യേശു ക്രിസ്തു. അവൻ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിരുന്നു എന്നുള്ളത് നാം ഓർത്തിരിക്കേണ്ട വിഷയവുമാണ്. അപ്പോൾ അങ്ങനെ ഈ ലോകത്തിലേക്ക് വ്യാജാത്മാക്കളും യേശുക്രിസ്തുവിനെതിരായിട്ടുള്ള പ്രശ്നങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമുക്ക് സത്യം അറിയാനുള്ള ഒരു മാർഗം അതുണ്ടോ എന്നുള്ളത് വിഷയമാണ്. ഇങ്ങനെയുള്ള ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ഈ ദൈവം സത്യമാകുന്നു, ദൈവം വെളിച്ചമാകുന്നു, സ്നേഹമോ, ഇത് അറിയാനുള്ളൊരു മാർഗം ദൈവം ഇന്ന് അത് നിലനിർത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ്. ഉണ്ട് എന്നുള്ളതാണ് വേദപുസ്തകം പറയുന്നത്. എന്നാൽ സത്യം അറിയാനുള്ള മാർഗം, വെളിച്ചത്തിലേക്ക് കടക്കാൻ നമുക്ക് ദൈവം നൽകിയിട്ടുണ്ട്. അതിനുള്ള മാർഗം, ദി വേ നമുക്ക് നൽകിയിട്ടുണ്ട്. ആ മാർഗമാണ് സഭ എന്ന് പറയും. സഭയിലൂടെയാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. സഭയിലൂടെ നടക്കേണ്ട ഒരു കാര്യം. അതുകൊണ്ടാണ് നാം ഒന്ന് തിമോത്തിയോസിൻ്റെ 4-ാം ലേഖനത്തിൻ്റെ 16-ാം വാക്യം, 15-ാം വാക്യവും 16-ാം വാക്യവും 17-ാം വാക്യം, ഈ സഭ അത് എന്താണ് എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. നമ്മൾ വായിച്ച് കേട്ട വേദഭാഗമാണ്. 1 തിമോത്തിയോസ് 3-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം. അതിപ്രകാരമാണ് വീണ്ടും വായിക്കുന്നത്: സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാകുന്ന ദേവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഇത് എഴുതുന്നു. തിരുവചനം സാക്ഷാൽ സഭയെ നിർവചിച്ചിട്ടുണ്ട്. അതിന് നിർവചിച്ച ഒരു ഭാഗം നമുക്കിവിടെ കാണാം. സത്യത്തിൻ്റെ തൂണും, അല്ലേ, സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിൻ്റെ സഭ, അതാണ് സഭയാകുന്ന ദേവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സഭ, ആ സഭയുടെ തൂണും ആ സഭയുടെ അടിസ്ഥാനവും അതാണ് സഭ എന്നുള്ളത്. അതുകൊണ്ട് സഭ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളതിനെ സാധാരണ ഇംഗ്ലീഷിൽ കത്തോലിക്ക സഭ എന്ന് പറയും. യൂണിവേഴ്സൽ ചർച്ച്, കാത്തലിക് ലാറ്റിൻ ഭാഷയിൽ അത് സാർവത്രികം എന്നുള്ളൊരു ആശയമാണ്. സാർവത്രിക സഭ, അങ്ങനെ ഒരു സഭയേ ഉള്ളൂ. അത് കർത്താവ് യേശുവിന്റെ ശരീരമാകുന്ന സഭയാണ്. ആ സഭയുടെ ഉത്തരവാദിത്തമാണ് സത്യം, അതിൻ്റെ അടിസ്ഥാനം. അത് ആ അടിസ്ഥാനം അതിൻ്റെ 3-ാം വാക്യത്തിൽ അത് യേശു ക്രിസ്തു തന്നെയാണ്. അതുകൊണ്ട് യേശു ക്രിസ്തു എഴുതിയിരിക്കുന്നു: ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിലെടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാവണ്ണം വലിയതാകുന്നു. ഇതാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്. ഇതാണ് സഭയുടെ അടിസ്ഥാനം, ഇതാണ് സത്യം. യേശു ക്രിസ്തുവിനെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ, അവൻ ജഡത്തിൽ വന്നു, അവൻ്റെ മനുഷ്യാവതാരത്തെ സംബന്ധിച്ച ഒരുപാട് ദുരുപദേശങ്ങളാണ് നിന്ന് നാമധേയ ക്രൈസ്തവ സമൂഹങ്ങളിൽ. ഏകദേശം ലോകത്തിൻ്റെ
മൊത്തം ജനസംഖ്യ എടുത്താൽ അതിൽ 99% സഭകളും ദൈവവചനത്തിന് എതിരായിട്ട് ഉള്ള സഭകളാണ്. ബാക്കി 1%, ആ 1% അതാണ് ഇന്ന് സത്യം നിലനിൽക്കുന്നത്. അത് വളരെ മൈനോറിറ്റിയാണത്. അപ്പം അങ്ങനെ ഈ സഭ, ഈ ജീവനുള്ള സഭ, ദൈവത്തിൻ്റെ സഭയ്ക്ക് എന്ത് സംഭവിച്ചു? തൂണും അടിസ്ഥാനവുമായ സഭയ്ക്ക് എന്ത് സംഭവിച്ചു? എന്താ സംഭവിച്ചത്? നമ്മൾ 1 യോഹന്നാൻ 4-ാം അധ്യായത്തിൽ വായിച്ചു. ദുരാത്മാക്കളുടെ ഉപദേശങ്ങൾ, യേശുക്രിസ്തുവിനെതിരായിട്ടുള്ള ഉപദേശങ്ങൾ സ്വീകരിച്ച അങ്ങനെ സഭ ഇന്ന് വീണുപോയി. അതുമാത്രമല്ല, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും, വിശ്വാസത്യാഗം സംഭവിക്കും. അത് മിക്കവാറും തന്നെ സംഭവിച്ചു. ഇന്ന് വളരെ ദുർലഭം വ്യക്തികളിലും ദുർലഭം ചെറിയ ചെറിയ പ്രാദേശിക സഭകളിൽ മാത്രമാണ് ഇന്ന് ഈ സത്യസഭയുടെ അംഗങ്ങൾ നിലനിൽക്കുന്നത്. കാരണം അവിശ്വാസത്യാഗം സംഭവിച്ചു. അതാണ് നമ്മൾ വായിച്ചല്ലോ 4-ാം അധ്യായത്തിൽ 1 തിമോത്തി 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു. എന്നാൽ ഭാവി കാലത്തെ ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശത്തെയും ആശ്രയിച്ച് ഭോഷ്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കും എന്ന് ആത്മാവ് തെളിവായി പറയുന്നു. തീർച്ചയായിട്ടും ഇന്ന് ഇസ്രായേലിനെതിരായിട്ട് നടക്കുന്ന, ലോക രാഷ്ട്രങ്ങളിൽ നടക്കുന്ന, നേതാക്കന്മാരിൽ നടക്കുന്ന ഇത്രയും കപടം എന്നുള്ളത്, അത് മനുഷ്യർ വിശ്വസിക്കുകയാണ് കപടം. ആ കപടത്തിൽ അതിന് കൂട്ടു നിൽക്കുന്ന നേതാക്കന്മാരും മൾട്ടിമീഡിയയും ന്യൂസും ഇന്ന് സത്യം ആര് പറയുന്നെന്ന് പറയാൻ മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ ഇന്ന് ലോകം കപടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തു തൻ്റെ അപ്പസ്തലന്മാരോട് പറഞ്ഞു, തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ ഉപ്പ് ആകുന്നു. ഉപ്പിൻ്റെ കാരം നഷ്ടപ്പെട്ടാൽ പിന്നെ എങ്ങനെ കാരം ഉണ്ടാകും? അതിനെ ഇനി വലിച്ചു എറിയുക മാത്രമാണ് അതിന് ഗതിയുള്ളത്. അപ്പസ്തലന്മാരോട് പറയും, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ഉപ്പ് നഷ്ടപ്പെട്ടു, വെളിച്ചവും നഷ്ടപ്പെട്ട നാമധേയ സഭകൾ, മതങ്ങൾ. അതുകൊണ്ട് ഇതിൽ നിന്നെല്ലാം ഒരു പരിഹാരം നമുക്ക് ആവശ്യമാണ്. എന്നാൽ അന്ത്യകാലത്ത് സഭയ്ക്ക് എന്ത് സംഭവിക്കും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്കറിയാം. തിമോത്തിയോസിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ, ഒന്നും കൂടി നിങ്ങൾ വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. വേറൊരു വാക്യം കൂടി 1 തെസ്സലോനിക്കർ 2-ന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിന് അവസാനിപ്പിക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. സഭയ്ക്ക് എന്ത് സംഭവിച്ചു? ഈ ലോകത്തിന് എന്ത് സംഭവിച്ചു? എന്നാൽ ഭാവി കാലത്ത് ചില വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ഭോഷ്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കുമെന്ന് ആത്മാവ് തെളിവായി പറയുന്നു. അവർ സ്വന്തം മനസ്സാക്ഷിയിൽ ചൂടുവെച്ചവരായി വിവാഹം വിലക്കുകയും സത്യത്തെ ഗ്രഹിച്ചിരിക്കുന്ന വിശ്വാസികൾക്ക് സ്തോത്രത്തോടെ അനുഭവിക്കാൻ ദൈവം സൃഷ്ടിച്ച ഭോജ്യങ്ങളെ വർജിക്കണം എന്നും കൽപ്പിക്കുകയും ചെയ്യും. എന്നാൽ ദൈവത്തിൻ്റെ സൃഷ്ടി എല്ലാം നല്ലത്, സ്തോത്രത്തോടെ അനുഭവിക്കേണ്ടുന്നു എങ്കിൽ ഒന്നും വർജിക്കേണ്ടതല്ല, ദൈവവചനത്താലും പ്രാർത്ഥനയാലും വിശദീകരിക്കപ്പെടുന്നുവല്ലോ. ഇന്ന് ദൈവം നമുക്ക് നൽകിയ സാധാരണ ജീവിതം അതുപോലും ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഭക്ഷണം, വിവാഹം, ഇതെല്ലാം ഇന്ന് കപടത്താൽ ആയിരിക്കുകയാണ്. എല്ലാ തലത്തിലും ദൈവത്തിൻ്റെ അടിസ്ഥാനങ്ങളെല്ലാം ഇന്ന് മാറിപ്പോയി. അത് സഭയിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശോചനീയമായ കാര്യം. 1 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 1 തെസ്സലോനിയൻസ് 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ അത് നമുക്ക് വായിച്ച് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാമെന്ന് ആഗ്രഹിക്കുകയാണ്. സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വന്നത് വ്യർത്ഥമായില്ല എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. നിങ്ങളറിയും പോലെ നിങ്ങൾ ഫിലിപ്പിയിൽ വെച്ച് കഷ്ടവും അപമാനവും അനുഭവിച്ചിട്ടും വലിയ പോരാട്ടത്തോടെ ദൈവത്തിൻ്റെ സുവിശേഷം നിങ്ങളോട് പ്രസംഗിക്കാൻ ഞങ്ങളുടെ
ഞങ്ങളുടെ ദൈവത്തിൽ ധൈര്യപ്പെട്ടു. ഞങ്ങളുടെ പ്രബോധനം അബദ്ധത്തിൽ നിന്നും അശുദ്ധിയിൽ നിന്നും വ്യാജത്തോട് വന്നതല്ല. ഒന്ന് ശ്രദ്ധിച്ചു. 2 തിമോത്തിയോസിൻ്റെ 2 തെസ്സലോനിക്കർ ലേഖനം 2-ാം അധ്യായം 1 മുതൽ 3 വരെ വായിക്കാൻ ആഗ്രഹിക്കും. ഇനി സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയും അവൻ്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനവും സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത്, കർത്താവിൻ്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനെയോ വചനത്താലോ ഞങ്ങൾ എഴുതി എന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളകിപ്പോവുകയും ഞെട്ടിപ്പോവുകയും അരുത്. ആരും ഏതു വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യന് അധർവമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. ഞാൻ ആദ്യം വായിച്ചത് 1 തെസ്സലോനിക്കർ 2:1 മുതൽ 3 വാക്യങ്ങളാണ്. അത് തെറ്റായ റെഫറൻസാണ്. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വാക്യം. അന്ത്യകാലത്ത് വിശ്വാസത്യാഗം സഭയിൽ സംഭവിക്കും. എന്തിനു വേണ്ടിയാണത്? അധർമ്മമൂർത്തി, ആൻറ്റി ക്രൈസ്റ്റ് വെളിപ്പെടേണ്ടതിന്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. അതാണ് ഇന്ന് ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആയതിനാൽ നാം എന്ത് ചെയ്യണം? ഇതാണ് നമ്മളുടെ വിഷയം. നമ്മളെ നടത്താൻ ദൈവം ഉദ്ദേശിച്ച സഭ അത് ഇന്ന് വിശ്വാസത്യാഗത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. ദുരാത്മാക്കളെയും യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തെയും അവൻ്റെ കാൽവരി മരണത്തെയും അവൻ്റെ പുനരുദ്ധാനത്തെയും നിഷേധിക്കുന്ന ഒരു തലമുറയിൽ നാം എന്ത് ചെയ്യണം എന്നുള്ളത് തീർച്ചയായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ വ്യക്തിപരമായ രക്ഷയാണ്. വ്യക്തിപരമായി ദൈവത്തെ അറിയുക, വ്യക്തിപരമായി ദൈവത്തിലേക്ക് തിരിയുക, വ്യക്തിപരമായിട്ട് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. അങ്ങനെ നമ്മുടെ നിത്യത സുരക്ഷിതമാക്കുക. അതും പ്രത്യേകിച്ച് ഈ നാളുകളിൽ അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള വിഷയം. അതുകൊണ്ട് വെളിച്ചത്തിലേക്ക് നാം തിരിയണം, സ്നേഹത്തിലേക്ക് തിരിയണം. അത് യേശുക്രിസ്തുവിൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ. ഈ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് നാം വെളിച്ചമുള്ളവരായി സ്നേഹമുള്ളവരായി ലോകത്തിൻ്റെ ഉപ്പും വെളിച്ചവുമായി തീരുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഞങ്ങളുടെ ദൈവീയ കർത്താവേ, സ്വർഗീയ പിതാവേ, അവിടുന്ന് എല്ലാം അറിയുന്ന ദൈവമാകിയാൽ അവിടുന്ന് പ്രവചനങ്ങളിലൂടെ അവൻ്റെ വചനത്തിലൂടെ എല്ലാം വെളിപ്പെടുത്തി തന്നിരിക്കുന്ന കൃപയ്ക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. അന്ത്യകാലത്തിൻ്റെ ലക്ഷണങ്ങൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ നാളുകളിൽ വെളിച്ചത്തിലേക്ക്, ദൈവത്തിലേക്ക്, തൻ്റെ പുത്രനിലേക്ക് തിരിയുവാൻ തക്കവണ്ണം അവൻ്റെ കാൽവരി മരണത്തിലും പുനരുദ്ധാനത്തിലും വിശ്വസിച്ച് നിത്യമായ രക്ഷ ഉറപ്പാക്കാൻ തക്കവണ്ണം അടിയങ്ങളെ സഹായിക്കണമേ, അനുഗ്രഹത്തോടെ പറഞ്ഞയക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിലാകിയാൽ സ്വീകരിക്കണമേ സ്വർഗീയ പിതാവേ. നിങ്ങൾ കേട്ടതിന് നന്ദി. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച കാണാം, കേൾക്കാം, തുടരാം.